അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. ഈ കളറാണ് നമ്മൾ ക്യാരറ്റ് കേക്കിന് ഉണ്ടാവുക കേട്ടോ. പിന്നെ പഞ്ചസാര എടുത്ത അതേ അളവിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ 1/2 കപ്പ് തന്നെ പഞ്ചസാര വീണ്ടും എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു ചെറിയ പട്ടൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം പഞ്ചസാരൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഇത് 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചിട്ട് അതും മാറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 250 കപ്പിലാട്ടോ ഞാൻ അളവ് പറയണത്. 1 കപ്പ് ക്യാരറ്റ്, ഒരു 1/2 കപ്പ് ഈത്തപ്പഴം, ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്. ഇത് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ 2 മുട്ട, അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലും ചെയ്യാം, ബീറ്റർ വേണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. പിന്നെ നമ്മൾ ആ പാനി മാറ്റി വെച്ചില്ലേ, പഞ്ചസാര പാനി, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ബട്ടറും ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച മൈദൻ്റെ മിക്സ് അത് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ മിക്സ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ വേണമെങ്കിൽ വെക്കാം. നമ്മൾ സാധാ പോലെ കുക്കറിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു തട്ടെന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുക്കറിൻ്റെ വിസിലും എടുത്ത് മാറ്റി വെക്കുക. ഒരു 3/4 മണിക്കൂർ എനിക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ സൂപ്പർ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ.